മുഖ്യമന്ത്രിയോട് പറയാനുള്ള മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രി മൈക്കാമ പിടിച്ച് കളിക്കാറുണ്ട്. ജനങ്ങൾ മൊത്തം അങ്ങ് പെറുത്തു, എല്ലാ രീതിയിലും പെറുത്തി. ആ നവകേരള ഇതിനകത്ത് തന്നെ ആ ജനങ്ങളായിട്ട് അടിക്കുന്ന അഴി. മുഖ്യമന്ത്രി പറയുന്നത് എല്ലാവരും പക്ക ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കേന്ദ്രത്തിനോട് അധികാരം അഹങ്കാരമായതിൻ്റെ ഒരു തെളിവാണ് ഈ ദയനീയ തോൽവിയുടെ ഏറ്റവും വലിയ കാരണം. കാര്യം ഒരുമാതിരിപ്പെട്ട എന്നെ പോലുള്ള നിഷ്പക്ഷവാദികളാരും ഇവർക്കത് വോട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനങ്ങളെ മുഴുവനും ചതിക്കണത് ജനങ്ങൾക്ക് പൊറുതി മുട്ടി. സാധാരണക്കാരനൊരു വീട് പണിയാൻ വരെയും പറ്റില്ല. ഒരു പ്ലാൻ അങ്ങോട്ട് പാസ്സാക്കണമെങ്കിൽ എമൗണ്ട് അങ്ങോട്ട് വേണ്ടി വരും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ട്. നമസ്കാരം, പബ്ലിക് ഒപ്പീനിയനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ CPIM എന്ന പാർട്ടി എന്തുകൊണ്ടാണ് ഇത്രയധികം ദയനീയമായ തോൽവിയിലേക്ക് പോയത് എന്ന് നമുക്ക് ഇവിടെയുള്ള നമ്മുടെ നാട്ടുകാരോട് ചോദിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളിക്കാരോട് നമുക്ക് ചോദിക്കാം എന്താണ് അതിനുള്ള കാരണമെന്ന്. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഇതുവരെ ആരുടെയും കൊടി പിടിച്ചിട്ടുമില്ല, വോട്ട് പിടിക്കാനും പോയിട്ടില്ല. പിന്നെ മുനിസിപ്പൽ ഇലക്ഷന് പോയിട്ടുണ്ട്, അത് എൻ്റെ വ്യക്തിപരമായ കാര്യം, അല്ലാതെ ഞാൻ പോയിട്ടേ ഇല്ല. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ പാർട്ടികൾക്കും വോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭരണത്തിൻ്റെ കുഴപ്പമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ ഇത് നോക്കാതെ അവർ ശരിക്കും ദൂർത്തടിക്കുന്നുണ്ട്. ദൂർത്ത് ചെയ്ത് വരുമാനം നോക്കാതെ ദൂർത്ത് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുരോഗതി സ്റ്റേറ്റിന് അവർ വരുത്തുന്നതുമില്ല. അത് അവർ ആ കാശ് വിനിയോഗിച്ച് ദൂർത്തും മറ്റു ചിലവുകൾക്കും കൊടുത്തിട്ട് വെറുതെ കേന്ദ്രത്തിന് മാത്രം വഴി പറഞ്ഞങ്ങ് പോവുക അവർ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ജനങ്ങൾ മൊത്തം അങ്ങ് പെറുത്തു, എല്ലാ രീതിയിലും പെറുത്തി. ആ നവകേരള ഇതിനകത്ത് തന്നെ ആ ജനങ്ങളായിട്ട് അടിക്കുന്ന അഴി ഒരു മനുഷ്യന് സഹിക്കുന്ന കാര്യമല്ല. അവരെ രാഷ്ട്രീയക്കാർക്ക് പോലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. കാര്യം ഒരുമാതിരിപ്പെട്ട എന്നെ പോലുള്ള നിഷ്പക്ഷവാദികളാരും ഇവർക്കത് വോട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനാണെങ്കിൽ കൊല്ലം ജില്ലക്കാരനാണ്. ഞാൻ വോട്ട് കൊടുത്തത് MK പ്രേമേന്ദ്രനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മുകേഷ് അവിടെ പോയിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞാൽ അതനുസരിച്ച് മുകേഷിന് പറയാൻ പറ്റൂ. അതേസമയം പ്രേമേന്ദ്രൻ അങ്ങനെയല്ല. അയാൾ പാർട്ടിക്കാരെ നോക്കില്ല, ഒന്നും നോക്കത്തില്ല. സത്യവിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ മോശമായിട്ടോ എന്ത് കിടന്നാലും പാർലമെന്റിൽ ശക്തിയുക്തം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് വോട്ട് കൊടുക്കുന്നത്. ഞാനിത് പരസ്യമായിട്ട് ചെയ്യുന്നവരാണ്. ഞാൻ എൻ്റെ നാട്ടിൽ പരസ്യമായിട്ട് വോട്ട് കൊടുത്തിട്ടുള്ളവനുമാണ് പറഞ്ഞ്. അത് എവിടെ ആയാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരിക്കലും കേരളത്തിൽ സംഭവിച്ചതല്ല. അവര് നല്ലത് ചെയ്തിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നല്ലോ. അവര് നല്ല പ്രവർത്തികളും ശരിയായ പ്രവർത്തികളും ചെയ്തിരുന്നെങ്കിൽ ഇതുവരെ വരുമായിരുന്നോ? വരത്തില്ലായിരുന്നു. അടുത്ത കാര്യം രണ്ടാമത് വന്ന ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാവുന്നത്. ഓരോ പ്രാവശ്യവും മാറി മാറി വരുന്നതാ മുന്നണി. ഇത് രണ്ടാമത് വന്നു. അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലോ വന്നത്. പക്ഷെ ഇപ്പം ജനങ്ങൾ വെറുക്കാൻ കാര്യം അതിനനുസരിച്ചുള്ള അവരുടെ പ്രവൃത്തി വെറുക്കുന്ന രീതിയിലായിപ്പോയി. അതാണ് സംഭവിച്ചത്. CPM വോട്ട് കുറഞ്ഞതിന്റെ കാരണം ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഈ പിണറായി വിജയൻ തോക്കിന്റെയും ലാത്തിയുടെയും മുമ്പിൽ നെഞ്ചി വിരിച്ചിടന്ന മനുഷ്യൻ ഒരു ബസ്സിന്റെ സ്റ്റെപ്പ് കയറാനുള്ള ശക്തിയിലായിരുന്നു. ജനങ്ങളെ മുഴുവനും ചതിക്കണത് ജനങ്ങൾക്ക് പൊറുതി മുട്ടി. അദ്ദേഹത്തോടുള്ള സംസ്ഥാന ഗവൺമെന്റിനുള്ള അമർഷമാണ് രേഖപ്പെടുത്തിയത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രാജിവെക്കില്ല, കാരണം ഇത് ഭരണവിരുദ്ധ വികാരമല്ല, അതിന് പകരം കേന്ദ്രത്തിനോടുള്ള ഒരു കേന്ദ്ര ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ആന്റണി മുഖ്യമന്ത്രിയായ സമയത്തെ ഇതേപോലെ ഒരു തോൽവി സംഭവിച്ചു. അന്ന് മുഖ്യമന്ത്രി ആന്റണി രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഭരണത്തോടുള്ള വികാരമാണ് രേഖപ്പെടുത്തിയെന്നാണ് അന്ന് പറഞ്ഞത്. അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല അല്ലേ? അപ്പൊ എന്താണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്? എന്താണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ള? മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രി മൈക്കാമ പിടിച്ച് കളിക്കാറുണ്ട്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓരോ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിലേക്ക് താഴെ വന്ന് ജനങ്ങളുടെ ജനവിഹിത പരിപാടിയിൽ പങ്കെടുക്കുക, ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തില്ല. അതിനുവേണ്ടിയാണ് നവകേരള സദസ്സ് വെച്ചതെന്നാ പറഞ്ഞത്. അപ്പൊ നവകേരള സദസ്സിൽ കുറെ ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സാഹചര്യം ഉണ്ടാക്കിയതാരാ? ഇത് ഗവൺമെന്റ് മോശമായതിൻ്റെയല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം മന്ത്രിമാർ ഇത്തരം സംവിധാനം റോട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ശക്തമായ നിയമസഭ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവിടുത്തെ സെക്രട്ടറിമാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇത്തരം മന്ത്രിമാരും പരിവാരങ്ങളും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടാകും. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി വ്യക്തിപരമായിട്ട് ഇറങ്ങി മുഖ്യമന്ത്രി തലത്തിൽ തടസ്സം നിൽക്കുന്ന പദ്ധതികൾ അദ്ദേഹം ഏർപ്പെട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാണ്. പക്ഷേ ഇതല്ല നടത്തത്. എല്ലാ മന്ത്രിമാരും കൂടെ ഇറങ്ങിയേക്കാണ്. അപ്പൊ സ്വാഭാവികം ചിന്തിക്കാൻ പാടില്ല. എന്താണ് അപ്പോൾ ഇതാണ് ഭരണവിരുദ്ധ വികാരമുണ്ടായി. അത് തന്നെയല്ല, കേന്ദ്രത്തിലൊരു ഉറച്ച ഭരണം വേണം. CPM ഇത്രയും ശക്തിയുള്ളൂ.
കാരണം സി പി എം മത്സരിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചിഹ്ന നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മത്സരിച്ചത് ഇന്ത്യയെ രക്ഷപ്പെടുത്താനാണ്. എന്നിട്ടും സി പി എമ്മിന് സീറ്റ് കിട്ടിയത് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ സീറ്റ്, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കേണ്ട സീറ്റ് മാറിക്കൊടുത്തില്ല. രാജസ്ഥാനിൽ സി പി എം ജയിച്ച ആ സീറ്റ് കൊണ്ടാണ് ഇപ്പോഴും പാർട്ടിക്ക് ചിഹ്നം നിലനിൽക്കുന്നത്. രണ്ടാമത് ഭരണം വന്നേക്കണതാണല്ലോ, ജനങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. ഇനി മാറി പറ്റണമല്ലേ, ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ. അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എല്ലാവരും പക്ക ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് കേന്ദ്രത്തിനോടുള്ള ഒരു അവഗണനയാണ് ഇപ്പോ ഇത്രയധികം സീറ്റ് UDF കിട്ടാൻ കാരണം. അങ്ങനെ ഇപ്പൊ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പെല്ലാം ഇവിടെ നടന്നതെല്ലാം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ പാടില്ല. ഇപ്പൊ തൃക്കാക്കരയാണെങ്കിലും പിന്നെ വേറെ എവിടെ നടന്ന പുതുപ്പള്ളി പുതുപ്പള്ളി. അപ്പൊ ഭരണത്തിനോടുള്ളൊരു ഇതുണ്ട്, അതൃപ്തിയുണ്ട്. അതൃപ്തിയുണ്ടല്ലേ? സാധാരണക്കാരനൊരു വീട് പണിയാൻ വരെയും പറ്റില്ല, ഒരു പ്ലാൻ അങ്ങോട്ട് പാസ്സാക്കണമെങ്കിൽ എമൗണ്ട് അങ്ങോട്ട് വേണ്ടി വരും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതിനോടൊക്കെ ഉള്ള പിന്നെ എതിർപ്പുണ്ടാവൂലേ? അതെന്താണ്? അല്ലാതെ എല്ലാവരും ഇവിടെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഒരു കുറച്ച് ആളുകളുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുറച്ച് പേരുള്ളൂ. ബാക്കി സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഈ ആരെ ഏൽപ്പിക്കണമെന്ന് ചിന്തിക്കണം. അല്ല പാർട്ടിക്കാർ വിചാരിച്ച ഇവിടെ ഒരാളും ജയിക്കൂല, അത് കോൺഗ്രസ്സുകാർ വിചാരിച്ചാലും ജയിക്കൂല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചാലും ജയിക്കൂല. ഇത് രണ്ടിനും ഇല്ലാത്ത കുറെ മിഡിൽ കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാനൊക്കെ അതിൽ പെട്ടതാണ്. അപ്പൊ നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു 50% ജനമാണ് ഇത് ആര് വിജയിക്കണ്ട എന്ന് ചിന്തിക്കണം. എനിക്ക് തോന്നുന്നത് തന്നെയല്ലേ കാര്യം. അത്ര ആശയപരമായിട്ടൊന്നും നമ്മൾ വല്ല കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ അല്ല. ആ നിൽക്കുന്ന കാൻഡിഡേറ്റ് അതിനൊക്കെ നോക്കി നമ്മൾ നമുക്ക് പ്രയോജനമുള്ള ആളാണോ. അല്ല ഭരണം മാറട്ടെ, അതാണ് അതിന്റെ ശരി. 2 പ്രാവശ്യം പുള്ളി ഭരിച്ചല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഈ നാടിന് വല്ല ഗുണം ഉണ്ടായിട്ടില്ല. ഭരണം മാറട്ടെ. അധികാരം ഒരു ഉപകാരമായിട്ട് എടുക്കണം. അധികാരം അഹങ്കാരമായതിൻ്റെ ഒരു തെളിവാണ് ഈ ദയനീയ തോൽവിയുടെ ഏറ്റവും വലിയ കാരണം. അത് ഒറ്റ വാക്കിൽ അത് തന്നെ പറയാം. കാര്യം ഏത് ഞാൻ ഭരിച്ചാലും അല്ലെങ്കിൽ എനിക്കൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്ന ഇപ്പം ഇവര് LDF ഭരണം വന്നിട്ട് ഇവിടെ കേരളത്തിൽ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കടങ്ങളും ലോകബാങ്കിൽ നിന്നൊക്കെ കടങ്ങൾ വരുത്തി വെച്ചേക്കുന്ന ഒരു സംഭവം. നമ്മളുടെ ജീവിത ശൈലി തന്നെ മാറിയ കാര്യം എന്താണ്, ഓരോ നിത്യോപയോഗ സാധനങ്ങളും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആര് ഭരിച്ചാലും അത് നമുക്ക് സപ്പോർട്ട്, എന്നെ സംബന്ധിച്ചോളം എനിക്കത് നല്ലൊരു ഇതാണ്. കാര്യം എന്താ, ആര് ഭരിച്ചാലും ഇവിടെ LDF BJP അങ്ങനെയല്ല, നമുക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആര് ഭരിച്ചാലും അത് നല്ലതാണ്. അതായത് താങ്കളായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ താങ്കളുടെ എല്ലാ മീറ്റിങ്ങുകളിലും താങ്കൾക്കെതിരെയുള്ള ഒരു വികാരമാണ് ഉണർന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്കൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കും. ഉറപ്പായിട്ടും. അതാണ് അതിന്റെ ഒരു ഓക്കെ രാജിവെക്കും.